ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയാണ്. ശനിയുടെ വക്രഗതി കാലഘട്ടത്തെ പറ്റിയും ആ വക്രഗതി കാലഘട്ടം എന്നു മുതൽ ആരംഭിക്കും, എത്ര നാൾ ആ വക്രഗതി കാലഘട്ടം ഉണ്ടാകും, ഈ വക്രഗതി സമയത്ത് ഇപ്പോൾ ശനിദോഷം അനുഭവിക്കുന്ന രാശിക്കാരെ സംബന്ധിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുമാണ്. നവഗ്രഹങ്ങളിൽ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് മാത്രമാണ് ഈശ്വരപട്ടം ലഭിച്ചിട്ടുള്ളത്. ഭഗവാൻ പരമശിവനെ തപസ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച് ആ ഈശ്വരപട്ടം ലഭിച്ച ഒരേ ഒരു ഗ്രഹമാണ് ശനി. അതുകൊണ്ടാണ് ശനിയെ ശനീശ്വരൻ എന്ന് വിളിക്കുന്നത്. ശനേശ്വരൻ എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷെ നമ്മൾ അത് പറയുന്ന സമയത്ത് അതൊരു ഈശ്വരപട്ടം ലഭിച്ച ഗ്രഹമായതുകൊണ്ട് ശനീശ്വരൻ എന്ന് പറയുന്നു. ശനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ആയുസ്സിനെ കുറിക്കുന്ന ഗ്രഹം, ആയുൾകാരകൻ, പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകൻ, നമ്മളുടെ ജീവനസ്ഥാനത്തിൻ്റെ ആധിപത്യമൊക്കെ വഹിക്കുന്ന ഗ്രഹമാണ്. അപ്പം ശനി ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ദേവനും കൂടിയാണ്. അപ്പോൾ ശനിയുടെ ഈ ഒരു വക്രഗതി സഞ്ചാരം ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 7 രാശികളിൽപ്പെട്ട 21 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകും. പ്രധാനമായിട്ടും 2025 മാർച്ച് 30 ശനിമാറ്റം സംഭവിച്ചപ്പോൾ 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി, അർദ്ധാഷ്ടമശനി, ഈ ശനിദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ ശനിയുടെ വക്രഗതി സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ നന്മകൾ നൽകും. ശനിമാറ്റം ആ വക്രഗതി സഞ്ചാര കാലഘട്ടം ആരംഭിക്കുന്നത് ജൂലൈ മാസം 18-ാം തീയതി മുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴിങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു ശനിദോഷങ്ങൾ കൊണ്ട് വളരെയധികം അപ്രതീക്ഷിതമായ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ നിരവധിയാണ്. അപ്പോൾ ചില വ്യക്തികൾ വിചാരിക്കും ഇനി നമുക്കൊരു നല്ല സമയമില്ല, അല്ലെങ്കിൽ മുന്നോട്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ട്, കഷ്ടതകൾ മാത്രമാണെന്ന്. അങ്ങനെയല്ല. നിങ്ങളെ സംബന്ധിച്ച് ഈ ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നന്മകൾ ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. 4.5 മാസക്കാലത്തോളമാണ് ശനിയുടെ വക്രഗതി. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ലഭിക്കണമെങ്കിൽ ഒരുപാട് വർഷത്തിൻ്റെയോ കാലത്തിൻ്റെയോ കാത്തിരിപ്പ് ആവശ്യമില്ല, ഒരു നിമിഷം മതി. അതുപോലെ തന്നെയാണ് ഈ ഒരു ശനിയുടെ വക്രഗതി. ഒരു 4.5 മാസ കാലഘട്ടത്തിൽ നിങ്ങൾ പല വ്യക്തികളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ജാതകവശാൽ ശനിദശ നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ശനി ശുഭനാണോ പാപനാണോ എന്ന് മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന, പല ചാനലുകളിലും വരുന്ന ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു യൂട്യൂബിൽ വരുന്ന രാശിഫലങ്ങളെയൊക്കെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് കൂടുതൽ ഉത്തമം. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചാണ് ഈ ഒരു ശനിയുടെ വക്രഗതി ഏറ്റവും ഗുണഫലം നൽകുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ 7ര ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശനി വ്യയസ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ഒരു മാർച്ച് മാസം 30-ന് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ടുള്ള ഈ ഒരു കുറച്ച് മാസക്കാലങ്ങൾ അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിച്ച് വരുന്നവരാണ് മേടം രാശിക്കാർ. ഒരുപാട് ചിലവുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് ഒരു 10 രൂപ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവപ്പെടുന്നു. ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകൾ അനുഭവത്തിൽ വരുന്ന അവസ്ഥ. നമ്മളൊരു ശുഭകാര്യത്തിന് വേണ്ടി പണം ചിലവഴിച്ചാലും അത് പാഴ്ചിലവായിട്ട് മാറിപ്പോവുക. ഒരുപാട് അനാവശ്യമുള്ള അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ വന്നു ചേരുന്ന ഒരു സമയം. അതുപോലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് കാലതാമസം, തടസ്സം, ബുദ്ധിമുട്ടുകൾ ലഭിക്കുന്നു. അതുപോലെ ക്രയവിക്രയങ്ങൾ, പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലുമൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിച്ചു വരുന്ന വ്യക്തികളാണ്. പൊതുവേ 7ര ശനിയുടെ തുടങ്ങിയ സമയം മുതൽ തന്നെ മേടം രാശിയിൽപ്പെട്ട പലർക്കും അപ്രതീക്ഷിതമായി ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കേണ്ട അവസ്ഥ, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അനാവശ്യമായ ഒരു സമ്മർദ്ദം, ഒരു സ്ട്രെസ്സ് ലഭിക്കുക, ആ ജോലിയിലൊക്കെ ഒരുപാട് അലച്ചിലുകൾ, പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിദേശ ജോലിക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്നു.
അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ചും ആ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ ബിസിനസ്സിലൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. കർമ്മസംബന്ധമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ, ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പണം കൊടുത്തിട്ടും വിദേശത്ത് പോകാൻ സാധിക്കാത്ത പലതരത്തിലുള്ള വിസ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ 12ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ പലരെയും സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, ഒരു ഭൂമി വാങ്ങുവാൻ ഇറങ്ങിത്തിരിച്ച് അപ്രതീക്ഷിതമായ ചില ബുദ്ധിമുട്ടുകൾ വന്ന വ്യക്തികളുണ്ട്. അതുപോലെ ഗൃഹനിർമ്മാണം ആലോചിച്ച് വളരെയധികം പ്ലാൻ ചെയ്ത് ആ ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച് അതിന് ബുദ്ധിമുട്ട് ഉണ്ടാവുക, ആ സമയത്ത് ആ ലോൺ ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ പണം ലഭിക്കാതിരിക്കുക, ആ തുടക്കം തന്നെ ഒരു അല്പം ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഗൃഹനിർമ്മാണം തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയൊക്കെ, ഇങ്ങനെ പല കാര്യങ്ങളും മേടം രാശിക്കാരെ സംബന്ധിച്ച് ഏഴര ശനിയുടെ തുടക്കത്തിൽ തന്നെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ല അതിനുവേണ്ടി ആശുപത്രിയിൽ പണം മുടക്കേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പലർക്കും അനുഭവത്തിൽ വരുന്നതായി കാണുന്നു. ഇപ്പോൾ ഈ ഏഴര ശനി എന്ന് പറയുന്ന ആ ഒരു ദോഷം നിങ്ങൾക്ക് ജൂലൈ 18 മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ വിട്ടുമാറും. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നേർ വിപരീതമായിട്ട് വളരെ പെട്ടെന്ന് നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങളൊക്കെ ആ വക്രഗതി കാലഘട്ടത്തിൽ ഒരു 4 മാസക്കാലം അനുഭവത്തിൽ വരും. ആ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം അതിനെ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ശനിയുടെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കർമ്മസംബന്ധം, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക, അനാവശ്യമായ ചിലവുകൾ അവിടെ കുറയുക, നിങ്ങൾക്ക് ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം വന്നു ചേരുക, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വിട്ടുമാറുക, ഭൂമി ഗ്രഹം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാവുക. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതായിട്ടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ശനിയുടെ വക്രഗതി സഞ്ചാര കാലഘട്ടം മുതൽ നിങ്ങളെ വിട്ടുമാറുകയും ചെയ്യും. ഈ ഒരു സമയം മേടം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം അവരവരുടെ സ്വന്തം ജനന ജാതകം നോക്കി ജാതകവശാല സമയം, കാലം, ദശാകാലങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കാരണം ഏഴര ശനി എന്ന് പറയുന്നത് 7.5 വർഷക്കാലമാണ്. ഒരു രാശിയിൽ വരുന്ന എല്ലാവർക്കും ഒരുപോലെ ആ ഒരു ഏഴര ശനി ദോഷം അനുഭവത്തിൽ വരില്ല. കാരണം നമ്മുടെ ജനന ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശ കൂടി നടക്കുന്നവർക്കായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരിക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദ നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശനി 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് കണ്ടകനായിട്ട് സഞ്ചരിക്കുന്ന ഒരു സമയം. ഈ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, അതായത് മാർച്ച് അവസാനത്തോടു കൂടി മിഥുനരാശിക്കാരായ പല വ്യക്തികളെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള പല അനുഭവങ്ങളുമായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ പറയാറില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനൊരു മാറ്റം സംഭവിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് തീരെ പ്രവചിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകാം. അത് ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ, അത് നിങ്ങൾക്ക് അത്ര ഗുണപ്രദമാകാത്ത ചില മാറ്റങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു പുതിയ ജോലിക്ക് പ്രവേശിക്കാനായിട്ടിരുന്നവർ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലിക്ക് ശ്രമിച്ചിരുന്ന മിഥുനരാശിക്കാർ, ഇങ്ങനെ ഇതൊക്കെ പരിശ്രമിച്ച പല വ്യക്തികൾക്കും ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളോ, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത ഒരു കാലതാമസമോ തടസ്സങ്ങളോ ഒക്കെ അനുഭവത്തിൽ വന്നു കാണാം. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ആ ജോലി മാറ്റമോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടേണ്ട അവസ്ഥയോ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു കണ്ടകൻ്റെ ഈ ഒരു കാലഘട്ടം, കണ്ടകശനി കാലഘട്ടം, ഭാഗ്യാനുഭവങ്ങൾ വളരെ കുറവായിട്ടാണ് ലഭിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് ഈ മാർച്ച് 30-ന് ശേഷമുള്ള സമയം അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളോ, ചിലരെ സംബന്ധിച്ച് വണ്ടി വാഹനങ്ങളിൽ നിന്ന് ഒന്ന് വീഴുക, അല്ലെങ്കിൽ ചെറിയ പരിക്ക്, കൈകാലിൽ ഒടിവുകൾ, ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളും കുറവല്ല. ഈ ഒരു സമയം, കണ്ടകശനി കാലഘട്ടം, ഒരു അല്പം ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആശുപത്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേർന്നിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ കണ്ടകശനി കാലഘട്ടം പൊതുവെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് 10ാം ഭാവമായി കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അതിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാതെ അതിലെന്തെങ്കിലും തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വന്നു ചേർന്നിരിക്കാം.
ചിലരെ സംബന്ധിച്ച് ഈ കണ്ടകശനി കാലഘട്ടം തുടങ്ങിയ സമയം മുതൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് മറ്റാരിൽ നിന്ന് എന്തെങ്കിലും ചതിവ്, വഞ്ചന ഇതുപോലുള്ള കാര്യങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പണം നമ്മൾക്ക് ആ പറഞ്ഞ സമയത്ത് തിരിച്ച് ലഭിക്കാതിരിക്കുക, അങ്ങനെയുള്ള സാമ്പത്തികപരമായ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ അനുഭവത്തിൽ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും, പല നന്മകളും, പണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കേണ്ടത് പോലും അവസാന നിമിഷം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം മിഥുനരാശിയിൽപ്പെട്ട പലർക്കും ഉണ്ടാകും. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ചില കലഹങ്ങൾ, ഒരു താൽക്കാലികമായിട്ട് പെട്ടെന്ന് ചെറിയ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി താൽക്കാലികമായി വേർപിരിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ പല മിഥുനരാശിക്കാർക്കുമുണ്ട്. ഈ കഴിഞ്ഞ ഒരു സമയത്ത് വിവാഹമൊക്കെ കഴിഞ്ഞ 1 മാസമോ 2 മാസമോ 3 മാസമോ ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ ആ വിവാഹ കണ്ടകശനി ആരംഭിച്ചു കഴിഞ്ഞ് ആ വിവാഹ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുക, ആ ദമ്പതികൾ 2 വീട്ടിലായിട്ട് വേർപിരിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളും മിഥുനരാശിയിൽപ്പെട്ട പല ദമ്പതികൾക്കും ഈ ഒരു കണ്ടകശനി ആരംഭിച്ച കാലം മുതൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം ഒരല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ജൂലൈ 18 ആരംഭിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പലർക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റം ലഭിക്കും. ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ചെയ്യുന്ന ജോലി, കർമ്മസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ വന്നു ചേരും. ഈ ഒരു സമയം മിഥുനരാശിക്കാരായ ഓരോ വ്യക്തികളും അവരവരുടെ സ്വന്തം ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലം, സമയം മറ്റും മനസ്സിലാക്കി ജാതകവശാൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും കൂടെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ഏതായാലും ഒന്നുമോർത്ത് വിഷമിക്കേണ്ട. ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ശനിയുടെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഷ്ടമശനി നടക്കുന്ന കാലഘട്ടമാണ്. ഈ കഴിഞ്ഞ മാർച്ച് 30 മുതൽ അഷ്ടമശനി നിങ്ങൾക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും ഈ അഷ്ടമശനി ആരംഭിച്ച് ഈ കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവത്തിൽ വന്നിരിക്കാനുള്ള സാധ്യത പല വ്യക്തികളെയും സംബന്ധിച്ച് കൂടുതലാണ്. അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി പെട്ടെന്ന് ഒരു പണം ആവശ്യമായിട്ട് വരിക, അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് കടം വാങ്ങേണ്ട ഒരവസ്ഥ വന്നു ചേരുക. അപ്പോൾ അത് ജീവിതത്തിലെ പല കാര്യങ്ങൾക്കാകാം. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ആരോഗ്യ പ്രശ്നം മുഖാന്തരം ഒരു ആശുപത്രി കാര്യങ്ങൾക്ക്, ചികിത്സകൾക്കായിട്ടൊരു പണം ആവശ്യം വന്നു, നമ്മളൊരു കടം വാങ്ങിക്കുക, അല്ല അതിനുവേണ്ടി ചിലവഴിച്ചൊരു കടബാധ്യത വന്നിരിക്കാം. അതല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ, ഒരു വിദേശ ജോലിക്ക് അല്ലെങ്കിൽ ഉയർ പഠനത്തിന് മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൈകളിൽ ആ പണം ഇല്ലാതെ വരിക, മറ്റൊരു സ്ഥലത്തു നിന്ന് കടം വാങ്ങേണ്ട അവസ്ഥ, ഏതെങ്കിലും തരത്തിലൊരു കടബാധ്യതകൾ വന്നു ചേർന്നിരിക്കാനുള്ള ഒരു സാധ്യത പലരെയും സംബന്ധിച്ച് ഒരല്പം കൂടുതലായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഈ കഴിഞ്ഞ ഒരു 3-4 മാസത്തിനുള്ളിൽ അനുഭവത്തിൽ വന്നിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ചില എതിർപ്പുകൾ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ശത്രുവായിട്ട് കാണുന്ന അവസ്ഥ, അത് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ നിങ്ങളോട് അനാവശ്യമായിട്ടൊരു ശത്രുത, ഒരു എതിർപ്പ് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. നിങ്ങളൊരു നല്ല കാര്യം ചെയ്താൽ പോലും അതിനെ ഒരു ഓപ്പോസിറ്റ് നെഗറ്റീവായിട്ട് കണ്ട് നിങ്ങളോട് സംസാരിക്കുക, പെരുമാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല തരത്തിൽ അനുഭവത്തിൽ വന്ന് കാണാം. നിങ്ങൾ പറയുന്നത് ന്യായമായ കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവർ അത് കേൾക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവണത, അത് കുടുംബത്തിൽ നിന്നോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിന്നോ അതുപോലെ കർമ്മ മേഖലയിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിരിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. അതുപോലെ ചിങ്ങം രാശിയിൽപ്പെട്ട ചില വ്യക്തികൾ ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അകപ്പെടുക, അല്ലെ ആ ഒരു രീതിയിലേക്കൊക്കെ എത്തിച്ചേർന്നിരിക്കാനുള്ള സാധ്യതയും ഒരല്പം കൂടുതലായിട്ട് കാണുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു അഷ്ടമ ശനി ദോഷം എന്ന് പറയുന്നത്
ചിങ്ങം രാശിയിൽപ്പെട്ട മകംപൂരം ഉത്തരനക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ഇത് ബാധിക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ഈ അഷ്ടമശനി ദോഷം വളരെ കുറവായിരിക്കും. എന്നാൽ ആർക്കൊക്കെയാണോ ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത് അവരെ സംബന്ധിച്ചായിരിക്കും അഷ്ടമശനി ദോഷം വളരെ ശക്തമായിട്ട് അനുഭവത്തിൽ വരിക. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരല്പം കാലതാമസം, തടസ്സം, അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ട അവസ്ഥയൊക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരാം. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അനുഭവത്തിൽ വരാം. ദമ്പതികൾ തമ്മിൽ ഒരു പൊരുത്തക്കേട്, ഒരു ബുദ്ധിമുട്ടോ ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. അഷ്ടമശനി എന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒന്നാണ്. അതായത് ചില വ്യക്തികളെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. മറ്റു ചിലരെ സംബന്ധിച്ച് അവരവരുടെ ജോലി, ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾക്ക് ഓർക്കാപ്പുറത്ത് തീരെ പ്രതീക്ഷിക്കാത്ത അനുഭവത്തിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, കാര്യങ്ങളായിരിക്കും. ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ വന്നു ചേരാം. അതുകൊണ്ട് ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും വളരെ ശ്രദ്ധയോടെ, കരുതലോടെ മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇനി ജൂലൈ 18 ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം അനുഭവത്തിൽ വരും. ഈ പറഞ്ഞതുപോലെ അഷ്ടമശനി ദോഷം എല്ലാവരെയും ഒരുപോലെ ബാധിക്കില്ല. കാരണം രാശിക്ക് വ്യാഴം 11-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം, അതുപോലെ നിങ്ങളുടെ ജനന ജാതകവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനുഗ്രഹമായിരിക്കും. അപ്പോൾ ജാതകവശാൽ കൂടെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമാണ് ഈ അഷ്ടമശനി ദോഷം വളരെയധികം ബാധിക്കുന്നത്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ അഷ്ടമശനി കാലഘട്ടത്തിൽ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള നെഗറ്റീവ് ചേഞ്ചസ് അനുഭവത്തിൽ വരാം. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു നെഗറ്റീവ് അനുഭവം നൽകുന്ന ഒന്നാണ് ശനിയുടെ ഈ അഷ്ടമശനി ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ശനിയുടെ വക്രഗതി കാലഘട്ടം വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അവിടെ വിട്ടുമാറുന്നതുമാണ്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ഒരു ജാതകം കൂടെ പരിശോധിച്ച് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശനിയുടെ വക്രഗതി കാലഘട്ടം ജൂലൈ 18 മുതൽ ആരംഭിച്ച് നവംബർ 30 വരെയുള്ള സമയം എല്ലാ നന്മകളും ലഭിക്കുമാറാകട്ടെ. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദോഷഫലങ്ങളും വിട്ടുമാറുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടകശനി കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനി 7-ാം ഭാവമായ കളത്രസ്ഥാനത്ത്, കേന്ദ്രസ്ഥാനത്ത് കണ്ടകനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലം. നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നല്ല ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ നൽകും. ഇപ്പോൾ പല കന്നിരാശിക്കാരെ സംബന്ധിച്ചും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കന്നിരാശിയിൽപ്പെട്ട പലരും ഈ ഒരു മാർച്ച് 30-ന് ശേഷം സ്വന്തമായി ഭൂമി വാങ്ങിയവരുണ്ട്, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ചവരുണ്ട്. അപ്പോൾ ഈ ഭൂമി, ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. അതുപോലെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട എന്തെങ്കിലും സ്വത്തുവകകൾ, മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊരു തടസ്സം, ഒരു കാലതാമസമൊക്കെ പലർക്കും അനുഭവത്തിൽ വരാം. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരു അത്ര നല്ല കാലഘട്ടമല്ല. അപ്പോൾ ശനിയുടെ വക്രഗതി ജൂലൈ 18-ന് ആരംഭിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുക. കന്നിരാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് പറയുമ്പോൾ സന്താനപരമായിട്ട്, അതായത് അവരവരുടെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മകൾ, അവരുടെ വിവാഹമാണെങ്കിലും ഉയർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ഒരുപാട് പരിശ്രമങ്ങളൊക്കെ അതിന് പിന്നിൽ വേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും സന്താനങ്ങളുടെ കാര്യത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു കാലതാമസം, തടസ്സങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. ശനിയുടെ വക്രഗതി ആരംഭിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു നല്ലൊരു ഭാവി, നല്ലൊരു വിവാഹം, നല്ലൊരു ജീവിതം, അവരുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ നിങ്ങളാൽ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുവാനും സാധിക്കും. ഇപ്പോൾ ജൂലൈ 18 വരെയുള്ള ഒരു സമയം വളരെയധികം ശ്രദ്ധയോടും കരുതലോടും കൂടി ഓരോരുത്തരും മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഒരു വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഇപ്പോൾ ഒരല്പം കാലതാമസം, പ്രയാസങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഒരു അല്പം ശ്രദ്ധയും കരുതലും വേണ്ടുന്ന ഒരു കാലം, വേണ്ടുന്ന ഒരു സമയമാണ്.
ഈ ഒരു സമയം പ്രധാനമായിട്ടും കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയും കരുതലും വേണ്ടുന്ന ഒരു സമയമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ മാതാവിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. മാതാവിൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ എത്രയും വേഗം അതിനുവേണ്ട ചികിത്സയും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കുകയും ചെയ്യുക. ശനിയുടെ വക്രഗതി കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറും. അതുപോലെ തന്നെ വണ്ടി വാഹന യാത്രകളും മറ്റു കാര്യങ്ങളും കന്നി രാശിയിൽപ്പെട്ട ഉത്രം അത്തം ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധ കൂടുതലായി വേണ്ടുന്ന സമയമാണ്. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ഒക്കെ കന്നിരാശിക്കാർക്ക് വളരെയധികം ശ്രദ്ധയുണ്ടാകണം. ആരെയും അത്രമേൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമല്ല. നമ്മൾ ആരെയാണോ കൂടുതൽ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ എന്തെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങൾ, വിശ്വാസ വഞ്ചന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് അവരവരുടെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയും കരുതലും ഈ ഒരു ജൂലൈ 18 വരെയുള്ളൊരു കാലഘട്ടം നിങ്ങൾക്കുണ്ടാകണം. പ്രത്യേകിച്ചും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അത്രമേൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയവും കൂടിയാണ്. അനാവശ്യ ശത്രുതകൾ ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാം. അത് പല ഭാഗത്തു നിന്നും നിങ്ങളെ അനാവശ്യമായിട്ട് എതിർക്കുക, ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ശനിയുടെ വക്രഗതി കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അത് ഏത് തരത്തിലാണെങ്കിലും അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ, നന്മകൾ, ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ശനിയുടെ വക്രഗതി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു കാലം നിങ്ങൾക്ക് ഒരുപാട് നല്ല നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ വന്നു ചേരും. കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ശനിയുടെ വക്രഗതി ആരംഭിക്കുന്ന കാലം മുതൽ എല്ലാ നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി 4-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. അർദ്ധാഷ്ടമ ശനി. പലരും പറയും 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കണ്ടകശനിയാണെന്ന്. അങ്ങനെയല്ല. 7-10 ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് ആ കണ്ടകശനി ദോഷം പൂർണ്ണമായിട്ട് വരുന്നത്. ഇത് അഷ്ടമത്തിൻ്റെ പകുതി 4-ാം ഭാവം അർദ്ധാഷ്ടമ ശനിയുടെ കാലഘട്ടമാണ്. പൊതുവേ ഈ അർദ്ധാഷ്ടമ ശനി കാലഘട്ടത്തിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് ബുദ്ധിമുട്ടുളവാക്കുന്ന, മനസ്സിന് ആശയക്കുഴപ്പം നൽകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും അനുഭവത്തിലുള്ളത്. നമ്മൾ മനസ്സിലൊരു കാര്യം ആലോചിച്ച് അതിനിറങ്ങിത്തിരിച്ചാൽ അതിനൊക്കെ ഒരുപാട് തടസ്സം, കാലതാമസം ലഭിക്കുക, നമ്മുടെ മനസ്സിനൊരു സുഖം, സന്തോഷം, തൃപ്തി ലഭിക്കുന്ന അനുഭവങ്ങൾ കുറവായിട്ട് ലഭിക്കുക, എപ്പോഴും മനസ്സിനെ ആകുലതപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനസ്സിന് സ്വസ്ഥത നശിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കാം. അത് പലരെയും സംബന്ധിച്ച് പലതരത്തിലായിരിക്കും ആ മനസ്സിന് ഒരു സുഖക്കുറവ് അനുഭവപ്പെടുന്നത്. ചിലരെ സംബന്ധിച്ച് അവരവർ ചെയ്യുന്ന അവരവരുടെ ജോലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, അലച്ചിലുകൾ ഇതുമൂലമുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസങ്ങൾ, വിഷമങ്ങളാകാം. മറ്റു ചിലരെ സംബന്ധിച്ച് അവരവരുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളാകാം. മറ്റു ചിലരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഒരു കടബാധ്യതകളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലമുള്ള ഒരു മനക്ലേശങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന മനക്ലേശങ്ങൾ, അത് അവരവർക്ക് തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല. കുടുംബത്തിലുള്ള നമുക്ക് വേണ്ടപ്പെട്ട സ്വന്തം ബന്ധങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുമൂലം മനസ്സിന് സ്വസ്ഥത, സമാധാനമില്ലാതിരിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു അർദ്ധാഷ്ടമ ശനി കാലഘട്ടം നിങ്ങൾ ധനുരാശിക്കാർക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പൊതുവെ കുടുംബത്തിലാണെങ്കിലും അത്രമേൽ സുഖമോ സമാധാനമോ സ്വസ്ഥതയോ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്നില്ല. ആ കുടുംബ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ ഒക്കെ എന്തെങ്കിലും ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം. അതുപോലെ ദമ്പതികൾ തമ്മിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഐക്യക്കുറവ്, എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് സംസാരം, ഒരു വാഗ്വാദം, വാക്കുതർക്കമൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവും കാലവുമാണ്. പൊതുവേ ധനുരാശിക്കാരെ സംബന്ധിച്ച് പലരെയും സംബന്ധിച്ച് അനുഭവിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം സാമ്പത്തികപരമായ പ്രതിസന്ധി, ഒരു ബുദ്ധിമുട്ടാണ്. അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ഉള്ള ഒരു തുക കൈകളിലേക്ക് ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൈകളിലേക്ക് വരുന്ന പണം അതിവേഗം അതൊരു ചിലവായിട്ട്, പാഴ്ചിലവായിട്ടൊക്കെ നഷ്ടപ്പെട്ടു പോവുക. നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി പണം ചിലവഴിച്ചാലും അത് ആ രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവമൊക്കെ പലർക്കും ഉണ്ടാകാം.
നിങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ആ ശനിയുടെ വക്രഗതി ജൂലൈ 18 ആരംഭിക്കുമ്പോൾ മുതൽ ഇതൊക്കെ വിട്ടുമാറി ഒരു നല്ല മാറ്റം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകും. 4-ാം ഭാവം എന്ന് പറയുന്ന മാതൃഭാവം, അതുപോലെ തന്നെ അവരുടെ ഗൃഹത്തെ കുറിക്കുന്ന ഭാവമായതുകൊണ്ട് ഗൃഹം സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ താമസിക്കുന്ന ഗൃഹം ഒന്ന് പുനർനിർമ്മിക്കാൻ, പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് ചെറിയ കാലതാമസം, തടസ്സങ്ങൾ, അതിനുള്ളൊരു സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം. അതുപോലെ പുതിയ ഗൃഹം നിർമ്മാണത്തിന് ഇറങ്ങി തിരിച്ചാലും ജാതകവശാൽ സമയം നല്ലതല്ലെങ്കിൽ അതിനും ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പകുതി വഴിയിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരാൻ ഉള്ള ഒരു സമയവും കൂടിയാണ് ഈ ഒരു അർദ്ധാഷ്ടമശനി കാലഘട്ടം. അതുപോലെ തന്നെ ധനുരാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഒരല്പം ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരുന്ന സമയമായതുകൊണ്ട് മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പൊതുവെ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഒരു മനസ്സിനും ശരീരത്തിനും ഒരു സുഖക്കുറവ് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ജൂലൈ 18 മുതലുള്ള സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം, നല്ല സമയമാണ്. ഈ പറയുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറും. അപ്രതീക്ഷിതമായി ജീവിതത്തിലൊരു മുന്നേറ്റം, ഒരു ഉയർച്ച ലഭിക്കും. ആ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ പല നല്ല അനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, പ്രതിസന്ധികൾക്കും, പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് ശനിയുടെ വക്രഗതി വരുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് കുറേ അധികം കാലത്തേക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകുവാനുള്ള ഒരു അടിത്തറ ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങൾക്ക് നൽകും. എല്ലാ മനക്ലേശങ്ങളും, സാമ്പത്തിക പ്രയാസങ്ങളും, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ശനിയുടെ വക്രഗതി ആരംഭിക്കുമ്പോൾ മുതൽ വിട്ടുമാറും. ധനുരാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം അവരവരുടെ ആ ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശമുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ശനിയുടെ വക്രഗതി നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 7ര ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ സഞ്ചരിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണകാലം എന്ന് തന്നെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. പ്രധാനമായിട്ടും ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ജൂലൈ 18 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. പ്രധാനമായിട്ടും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിപ്പോൾ ഒരുപാട് ചിലവുകൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് പാഴ്ചിലവുകളുടെ ഒരു ഘോഷയാത്ര തന്നെയെന്ന് ചില വ്യക്തികളുടെ ജീവിതത്തെ വിശേഷിപ്പിക്കാം. അതായത് നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണം അതെങ്ങനെ ചിലവായി പോകുന്നു എന്ന് പല കുംഭം രാശിക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. 10 രൂപ കയ്യിൽ വന്നാൽ അപ്പുറത്ത് 20 രൂപയുടെ ഒരു ചിലവ് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ കൈകളിൽ വരുന്ന പണം നമ്മുടെ അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെ നമ്മുടെ വരുമാനത്തിനെക്കാട്ടിൽ അതിൻ്റെ കൂടുതൽ ഇരട്ടി ചിലവ് കടം വാങ്ങിക്കൂടെ പല ആവശ്യങ്ങൾക്കും ചിലവഴിക്കേണ്ട ഒരവസ്ഥയാണ്. അതുപോലെ ശുഭകാര്യങ്ങൾക്കെന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണമൊക്കെ അനാവശ്യമായിട്ട് പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോവുക, നല്ല കാര്യങ്ങൾക്ക് ചിലവഴിച്ചാലും അത് പ്രയോജനത്തിൽ ലഭിക്കാതിരിക്കുന്ന ഒരു സമയമാണ്. അവരവരുടെ കാല് ഇടറുന്ന സമയം, ശനി പാദത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ പാദത്തിന് ഒരു ഇടർച്ച സംഭവിക്കുമെന്ന് പറയുന്നത് പോലെ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പരാജയപ്പെടുക, ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾക്കും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരിക, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അതുപോലെ പലരെയും സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒരു പണത്തിൻ്റെ ചിലവ് അനുഭവത്തിൽ വരിക, അതുപോലെ കുടുംബത്തിൽ മറ്റുള്ളവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കോ കാര്യങ്ങൾക്കോ അവരവരുടെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടി ഒരുപാട് പണം ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണ്. കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിൽ ഒരു പണമില്ലാതെ വരുന്നതും, നമ്മൾ അതിനുവേണ്ടി പണം കടം വാങ്ങുന്നതും, അങ്ങനെ കടബാധ്യത, പാഴ്ചിലവുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് കുംഭം രാശിയിൽപ്പെട്ട പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി ആരംഭിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പാഴ്ചിലവുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ആ പാഴ്ചിലവ് വിട്ടുമാറി ശുഭകാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കും. ചെറുതാണെങ്കിലും നിങ്ങൾക്കൊരു സമ്പാദ്യം വന്നു ചേരും. ഒരുപാട് ശുഭചിലവുകൾ നിങ്ങൾക്ക് വരുന്ന സമയം, പാഴ്ചിലവുകൾ വിട്ടുമാറി ശുഭകരമായിട്ടുള്ള ചിലവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. പലരെയും സംബന്ധിച്ച് ജൂലൈ 18 ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം മുതൽ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനുവേണ്ടിയുള്ള പണം ചിലവഴിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. കുറച്ചധികം ശുഭചിലവുകൾ, നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. പലരെയും സംബന്ധിച്ച് ഒരു ഭൂമി വാങ്ങുവാനും ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുമുള്ള കാലം ആ ജൂലൈ 18 മുതൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരും.
അതുപോലെ തന്നെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയം. അതുപോലെ വിദേശവാസം, വിദേശത്ത് ഉള്ള വിദേശ പഠനം, ഇതിനൊക്കെ കുംഭം രാശിക്കാർക്ക് നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഇപ്പോൾ കുംഭം രാശിയിൽപ്പെട്ട പലരും കർമ്മസംബന്ധം ചെയ്യുന്ന ജോലി സംബന്ധമായിട്ടും അല്ലാതെയുമൊക്കെ ഒരുപാട് യാത്രകൾ, അലച്ചിലുകളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് സാധാരണ പരിശ്രമിക്കുന്നതിൻ്റെ ഇരട്ടി പരിശ്രമിച്ചാലും ഫലം ലഭിക്കാത്ത സമയം എന്നതാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു ശനിയുടെ വക്രഗതി ആരംഭിക്കുന്ന സമയം അവരവരുടെ കർമ്മസംബന്ധമായിട്ടുള്ള അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. നിങ്ങൾ ചെയ്യുന്ന ജോലി മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്ന ധനവരവ് നല്ല രീതിയിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. ആ കർമ്മത്തിലുണ്ടായിരുന്ന ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സന്തോഷം, സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ശനിയുടെ വക്രഗതി നൽകും. ശനി പ്രപഞ്ചത്തിൻ്റെ അയൽകാരകനും കർമ്മകാരകനും നിങ്ങൾക്ക് പൂർണ്ണ ശുഭനും ആയതുകൊണ്ട് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം വളരെ വേഗത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും അത്രമേൽ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരും. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ മാറ്റങ്ങൾ കുംഭം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി നൽകും. ഒരുപാട് നേട്ടങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ശനിയുടെ വക്രഗതി എല്ലാ മംഗളങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ശനി ഇപ്പോൾ ഏഴര ശനിയിലെ ജന്മശനി എന്ന് പറയുന്ന ശക്തമായ ശനി ദോഷത്തോടു കൂടി സഞ്ചരിക്കുന്ന സമയം. ശനി നിങ്ങളുടെ ശിരസിൽ നിൽക്കുന്ന ഒരു സമയമാണ്. പല മീനരാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരവർക്ക് താങ്ങാവുന്നതിലും അധികം ഭാരം ചുമക്കുന്നു എന്നുള്ള അവസ്ഥയാണ്. അതായത് നമ്മുടെ തലയിൽ നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം, അത്രമാത്രം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അനുഭവിക്കുന്നത്. അത് അവരവരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ, പ്രയാസങ്ങൾ ഒരു വശത്ത്, കുടുംബ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, ബിസിനസ് മേഖലകളിൽ അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ട് മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളെയും സംബന്ധിച്ച്. ചില വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു ജന്മശനി കാലഘട്ടത്ത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും കുറവല്ല. അപ്പോൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യന് താങ്ങാവുന്നതിലും കൂടുതൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളാണ് ഈ ഒരു ജന്മശനി കാലഘട്ടത്തിൽ, ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിച്ചിറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ നൽകുന്ന ഒരു സമയമാണ്. നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങൾക്കനുസരിച്ച് ഒരു ധനവരവ് ലഭിക്കാത്ത ഒരു സമയം, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള പണം കയ്യിൽ ലഭിക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങളാണ് ഈ ജന്മശനി കാലഘട്ടത്തിൽ മീനം രാശിക്കാർ അനുഭവിക്കുന്നത്. അത് സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലും അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ ഈ ജന്മശനി കാലഘട്ടം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നൽകുന്നുണ്ട്. എന്നാൽ മീനം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ആർക്കൊക്കെയാണോ ജനന ജാതകപ്രകാരം ഒരു നല്ല ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർ, അവർക്ക് മാത്രമാണ് ഈ ഒരു ഏഴര ശനി ദോഷത്തിൽ നിന്ന് മുക്തി ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ. അല്ലാത്തവരെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ചെയ്യുന്ന ജോലി, കർമ്മം സംബന്ധിച്ചും ആരോഗ്യം സംബന്ധിച്ചും ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ പലതരത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ജൂലൈ 18 മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് കർമ്മത്തിൽ ചെയ്യുന്ന ജോലിയിലൊക്കെ പല ബുദ്ധിമുട്ടുകളും, ചിലരെ സംബന്ധിച്ച് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് ഇരിക്കുന്നവർ ഒരു പുതിയ ജോലിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നതുമായിട്ടുള്ള നിരവധി ആളുകൾ മീനം രാശിയിൽപ്പെട്ടവരിലുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ആ ഒരു സമയം മാറുമ്പോൾ നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് ജൂലൈ 18 മുതൽ
ആ ഒരു ശനിയുടെ വക്രഗതി സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിലും ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒക്കെ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ ശനിയുടെ വക്രഗതി നൽകും. ആ സമയം മുതലാണ് നിങ്ങൾ അധ്വാനിക്കുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് ശരിയായ രീതിയിൽ വന്നു ചേരുന്നതും അത് നിങ്ങൾക്ക് ഗുണപ്രദമായ കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കാൻ സാധിക്കുന്നതും എല്ലാം ആ ഒരു കാലഘട്ടത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ മാറുക, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് കേൾക്കേണ്ടി വരുന്ന പഴി, അപമാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറുക, ജീവിതത്തിലെ ആ നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ ആ തലയിൽ, നിങ്ങളുടെ ശിരസ്സിലുള്ള ഭാരം ഒന്ന് കുറഞ്ഞ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം. പല മീനരാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ മുന്നോട്ട് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുണ്ട്. നമ്മുടെ ശിരസിൽ ഭാരം കൂടുന്നതനുസരിച്ച് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ, നമ്മുടെ പാദം ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് അനുഭവത്തിൽ വരും. അത്രമേൽ പ്രശ്നങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട പലർക്കും ഏഴര ശനിയിലെ ജന്മശനി കാലഘട്ടം നൽകുന്നത്. ഇത് നമുക്കൊരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. ഓരോ മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ ചുമക്കുന്ന അവരുടെ ശിരസിലുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ അപ്രതീക്ഷിതമായിട്ടും ഒക്കെ പലർക്കും അനുഭവത്തിൽ വരുന്ന പല തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നതാണ് മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. നിങ്ങളെ സംബന്ധിച്ച് വിഷമിക്കേണ്ടതായിട്ടില്ല. ജൂലൈ 18 മുതൽ നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ, നല്ല നന്മകൾ നിങ്ങൾക്കും വന്നു ചേരും. ആ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ ഈ ദോഷഫലങ്ങൾ വളരെ കുറവായിരിക്കും. എല്ലാവർക്കും ഒരുപോലെയല്ല ആ ഗുണദോഷ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. സ്വന്തം ജാതകം ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ശനിയുടെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.